യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവകൃപയാൽ അതിരാവിലെ എഴുന്നേറ്റ് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും കർത്താവിൻ്റെ മുന്നിലായിരിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കാം. ഇന്ന് സാബത്ത് ദിവസമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ബലിയർപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്ന സമയം. ആ ബലിയർപ്പണം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 80-ാം സങ്കീർത്തനം 15-ാം തിരുവചനം. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് പഴുത്ത മുന്തിരി തിന്നുവാൻ. ആ മുന്തിരിച്ചാറിൽ നിന്നും ഒന്ന് രുചിക്കുവാൻ. അത്രയ്ക്ക് മനോഹരമായ ഒരു മുന്തിരിവള്ളിയായി നമ്മളെ ഓരോരുത്തരെയും കർത്താവാണ് ഈ ഭൂമിയിൽ നട്ടത്. എത്ര കരുതലോടുകൂടിയാണ് ആ പിതാവായ ദൈവം അതിനെ പരിപാലിക്കുന്നത്. നിങ്ങൾക്കൊരു കുറവും കൂടാതെ, ഒരു ശത്രു പോലും നിങ്ങളെ നോവിപ്പിക്കാതെ, ഒരു മുന്തിരിച്ചെടിയെ ഒരു കീടം പോലും ആക്രമിക്കാതെ പരിപാലിക്കുന്ന തോട്ടക്കാരനെ പോലെ സ്വർഗീയ പിതാവ് മുന്തിരിവള്ളിയായ നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും പരിപാലിക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ വളർച്ച, നിങ്ങൾ ശിഖരങ്ങൾ പൊഴിക്കുന്നത് കാണാൻ. ഏതെങ്കിലും കീടം നിങ്ങളെ തൊടാൻ വരുന്നുണ്ടോ, ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്ന ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ സമീപിക്കുന്നത്. ആ ദൈവത്തിലാണ് നമ്മൾ ശരണം വയ്ക്കുന്നത്. ആ പിതാവായ ദൈവത്തിന്, പുത്രനായ യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമർത്ഥമായിട്ട് നിങ്ങളുടെ മേൽ അനുഗ്രഹമായി മാറട്ടെ. ആ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് നമുക്ക് തിരിയാം. ഇന്ന് അർപ്പിക്കുന്ന ബലികൾ എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം നോക്കിക്കാണുക. ഒരു മുന്തിരിവള്ളിയെപ്പോലെ കർത്താവിൻ്റെ വലത് കൈ നട്ട നിങ്ങളെന്ന് പറയുന്ന മുന്തിരിവള്ളിയെ കർത്താവ് എപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുക. അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം അനുഗ്രഹമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.